റിസൾട്ട് ഇതുവരെ വന്നത് വെച്ച് നോക്കുമ്പോൾ മലബാറിൻ്റെ രാഷ്ട്രീയ ചിത്രം വളരെ കൗതുകകരമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സമയത്ത് കണ്ണൂരിലെ പല കോട്ടകളും ഇളകി നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒന്ന്, പിണറായി വിജയൻ തന്നെ പിറകിലാണ്, ജയിച്ചേക്കും. പയ്യന്നൂർ, അതുപോലെ കുത്തക കേന്ദ്രമായിട്ടുള്ള പയ്യന്നൂരിലും LDF ഇപ്പോൾ നിലവിൽ പിറകിലാണ്, തളിപ്പറമ്പിൽ പിറകിലാണ്. എന്തിന് മട്ടന്നൂർ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ശൈല ടീച്ചർക്ക് 60,000-ൻ്റെ മേലെ ഭൂരിപക്ഷം കിട്ടിയ മട്ടന്നൂരടക്കം തൽക്കാലം പിറകിലാണ്. അതുപോലെ കോഴിക്കോട് ഒരുപാട് കാലമായിട്ട് 2001 ശേഷം കോഴിക്കോട്ട് കോൺഗ്രസിന് ഒരൊറ്റ MLA ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അവിടെയുള്ള ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് നിലവിൽ LDF ലീഡ് ചെയ്യുന്നത്. ബാക്കി എല്ലായിടങ്ങളിലും UDF ലീഡ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാരൊക്കെ. അതിൽ നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ ന്യൂനപക്ഷ ഏകീകരണം ഒരു പ്രധാന ഘടകം, അത് മലബാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് അവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഞാൻ കാണുന്ന ഒരു കാര്യം, ഈ പുത്തൻ തലമുറ, ന്യൂജൻ എന്നൊക്കെ പറയുന്ന ആളുകൾ, അവരെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ UDFന് സാധിച്ചിട്ടുണ്ട്. അത് മറ്റു തരം മാജിക്കുകൾ കൊണ്ടൊന്നുമല്ല. ഒന്ന്, സാധാരണയിൽ കവിഞ്ഞ് സ്ഥിരമായിട്ട് UDFൻ്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ഥിരം ആളുകളെ ഇങ്ങനെ രംഗത്തിറക്കുക, പഴയ തോറ്റുപോയ ആളുകളെ വീണ്ടും വീണ്ടും കൊണ്ടുപോരുക. അതെല്ലാം മാറ്റിയിട്ട് കുറേ പുതിയ ആളുകളെ അവർ രംഗത്ത് കൊണ്ടുവന്നു. അഭിജിത്തും അതുപോലെയുള്ള കുറേ ആളുകൾ, അതുപോലെ തന്നെ ലീഗ് തഹലിയ, ഫാത്തിമ തഹലിയ, വിദ്യാ ബാലകൃഷ്ണൻ, ഫൈസൽ ബാബു, ഇങ്ങനെ കുറേ ആളുകളെ രംഗത്തിറക്കി. അതിനൊരു ഊർജം പകരുന്ന രീതിയിലാണ്, അത് ബോധപൂർവം തന്നെ UDF ചെയ്തതാണ് ഷാഫി പറമ്പിലിൻ്റെ രംഗപ്രവേശനം. ഞാൻ തുടക്കത്തിലേ ശ്രദ്ധിച്ചതാണ്, ഷാഫി പറമ്പിൽ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ചെറുപ്പക്കാരുടെ വലിയൊരു സാന്നിധ്യം കാണുന്നുണ്ടായിരുന്നു. പൊതുവേ നമ്മൾ പറയുന്നത് ഈ പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമില്ല എന്ന്, അത് വേറൊരു അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. ഈ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പാർട്ടി ആഭിമുഖ്യം അതൊക്കെ കുറവായിരിക്കാം, പക്ഷെ അവർ നന്നായിട്ട് രാഷ്ട്രീയം ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത, ഫാത്തിമ തഹലിയയ്ക്കൊക്കെ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം, നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം സ്വപ്നം കാണാൻ പറ്റാത്തതാണ്. പേരാമ്പ്ര പോലെ ഒരു മണ്ഡലത്തിൽ ഇത്രയും മുന്നിൽ അവർ ജയിക്കും എന്നുള്ള സ്ഥിതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. വോട്ടെണ്ണൽ അവസാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ കൗതുകകരമാണ്, നമ്മുടെ മന്ത്രി ശശീന്ദ്രൻ, AK ശശീന്ദ്രൻ ദീർഘകാലമായിട്ട് നിയമസഭാ സാമാജികനാണ്, മന്ത്രിയാണ് 2 തവണ. അദ്ദേഹം മത്സരിച്ച എലത്തൂർ വലിയൊരു കോട്ടയാണ് LDFൻ്റെ, പ്രത്യേകിച്ച് CPMൻ്റെ. LDF എന്ന് പറഞ്ഞാൽ അവിടെ CPM ഉള്ളൂ കാര്യമായിട്ട്. CPM ഒക്കെ പേരിന് അല്ലറ ചില്ലറ കാണുമായിരിക്കും. മറ്റ് ഘടകകക്ഷികളൊന്നും 1-2 ആളുകളുടെ സാന്നിധ്യം അല്ലാതില്ല. അവിടെ ഇപ്പോൾ വിദ്യാ ബാലകൃഷ്ണൻ മുന്നേറുക. ആ വിദ്യാ ബാലകൃഷ്ണൻ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഗ്രസിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ചെറുപ്പക്കാരി. അവർ പല സ്ഥലത്തും ചെന്നിറങ്ങുന്നു, വളരെ സന്തോഷത്തോടു കൂടി ആളുകളായിട്ട് ഇടപഴകുന്നു. അതിൽ ഞാൻ വളരെ കൗതുകത്തോടെ കണ്ട് ചില സ്ഥലത്ത് അവർ ജീൻസും ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വോട്ട് പിടിക്കാൻ പോകുന്നത്. നമ്മുടെ കാഴ്ചപ്പാടിൽ എന്ന് പറഞ്ഞാൽ നേതാക്കളാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. ആണുങ്ങളാണെങ്കിൽ മുണ്ടേ ഉടുക്കാവൂ, സ്ത്രീകളാണെങ്കിൽ സാരിയെ ധരിക്കാവൂ. അതൊക്കെ മാറിയിട്ട് അവർ ചെന്നിട്ട് അവിടെ ഒരു ഇളക്കം ഉണ്ടാക്കുക. ആ കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ഉണ്ടാക്കി വെക്കുന്ന തരംഗം, ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട വ്യക്തിയുടെ അല്ല, ഈ ന്യൂജൻ തരംഗത്തിനെ ലീഡ് ചെയ്യാൻ ഷാഫിക്ക് സാധിച്ചു. അത് കണ്ണൂർ, കോഴിക്കോട്, പ്രത്യേകിച്ച് അദ്ദേഹം കേന്ദ്രീകരിച്ചത് അവിടെയാണ്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് അദ്ദേഹം കേന്ദ്രീകരിച്ചത്. അവിടെയൊക്കെ തന്നെ റിസൾട്ട് മാറി മറിഞ്ഞു വരുന്നു. അതിൽ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ ഈ റിസൾട്ടിൻ്റെ കാര്യം, പാർട്ടി അനുഭാവികളായുള്ള പുതിയ ചെറുപ്പക്കാർ പോലും മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പുതിയ കാലത്തിൻ്റെ ഒരു ചിന്തയുണ്ട്. ജനാധിപത്യ സങ്കല്പത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. വളരെ നമ്മൾ അസംബന്ധങ്ങളാണ് വരുന്നതെന്ന് പറയുന്നെങ്കിൽ പോലും സോഷ്യൽ മീഡിയ കുറേ അസംബന്ധങ്ങളായിരിക്കാം, ഗൗരവതരമായ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന ഒരു ഇടമാണത്. അവിടെ പുതിയ തലമുറയെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കാര്യമായിട്ട് മലബാറിലെന്ന് പറഞ്ഞാൽ കണ്ണൂർ ആണതിൽ കാര്യമായിട്ട്. പിന്നെ വടകരയുടെ ഒക്കെ ചില ഭാഗങ്ങളുണ്ട്, അതൊക്കെ തകർന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കണ്ണൂർ അങ്ങനെ നിൽക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അതായത് ജനാധിപത്യത്തിൻ്റെയോ ചോദ്യം ചെയ്യലിൻ്റെയോ, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകമാണല്ലോ ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അതിൻ്റെ ചോദ്യം ചെയ്യലിൻ്റെയോ കാറ്റും വെളിച്ചവും കടക്കാത്ത ചില സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെ ഈ കുത്തകയാണെന്ന് നേതാക്കൾ അഭിമാനിച്ചിരുന്ന, പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലെ ചെറുപ്പക്കാർ പോലും, പാർട്ടി അനുഭാവികളായ ചെറുപ്പക്കാർ പോലും അതൊന്നും അവസാനിച്ച് കിട്ടണം എന്നുള്ള തോന്നലിലേക്ക് എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്.
അല്ലെങ്കിൽ മട്ടന്നൂരൊന്നും പോലെ അങ്ങനെ വരാൻ സാധ്യമല്ല. പിണറായി വിജയൻ, ഞാനീ സംസാരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഞാനിത് സംസാരിക്കുന്ന സമയത്തും പിറകിലാണ്, പയ്യന്നൂർ പിറകിലാണ്, തളിപ്പറമ്പ് പിറകിലാണ്. ഈ പാർട്ടി ഗ്രാമങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണിത്. ഇവിടൊക്കെ തന്നെ പുതിയ ചെറുപ്പക്കാർ മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു സൂചന ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, ന്യൂനപക്ഷ ഏകീകരണത്തെക്കാൾ കൂടുതൽ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കാണേണ്ട ഒരു പ്രത്യേക കാര്യം, പുത്തൻ തലമുറ, പണ്ട് നമ്മൾ പറഞ്ഞു ഇതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണെന്ന്, അങ്ങനെയല്ല. അവരുടെ ചിന്തകൾ പല വഴിക്കാണ് നീങ്ങുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയൊരു പാഠമായി മാറേണ്ടതാണ്.